Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 4 സബ്ജക്ട്സിന്റെയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻസ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. സോ ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. നാം പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. അതിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 ചങ്ക് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമ്പർ 1 ഫസ്റ്റ് ചാപ്റ്റർ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ, ദെൻ 5th ചാപ്റ്റർ. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. SI ഒക്കെ ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ 2 എണ്ണം വെച്ച് വരാറുണ്ട്. അപ്പോൾ മെയിൻ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. ഓക്കെ, മിക്ക പേപ്പറിലും റിസ്കിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. സോ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ. ഡിഫൈൻ റിസ്ക് മാനേജ്മെന്റ്. Define risk management. Explain various risk management issues in business organization. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിന്റെ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, റിസ്ക് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ദെൻ അതിനുശേഷം ഹൗ റിസ്ക് ബിക്കം എ ബർഡൻ ടു ദ സൊസൈറ്റി. ഇതും SIക്ക് കണ്ടുവന്നിട്ടുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, എഗെയിൻ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റോൾ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ റെഡ്യൂസിങ് ഫൈനാൻഷ്യൽ റിസ്ക്. ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഡിഫൈൻ സ്വാപ്സ് എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് സ്വാപ്സ്. ഓക്കെ, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്. ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ്ഡ്, അല്ലെങ്കിൽ പ്രൈസിങ് ഓഫ് കറൻസി ഫ്യൂച്ചേഴ്സ്. ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ്ഡ്. ഓക്കെ, ഇനി ഓപ്ഷൻസിൽ നിന്നാണെങ്കിൽ, what are options? Classification of option contract. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ നിന്ന് വരാണെങ്കിലുള്ളൊരു ചോദ്യമാണ്. ഇനി ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ
derivative trading in India has evolved over the years. Explain the above statement in the context of recent changes in India. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ അഗെയിൻ ഫസ്റ്റ് ചാപ്റ്റർ regulatory framework for the derivative market in India. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫസ്റ്റ് ചാപ്റ്ററിന് ഡെറിവേറ്റീവ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എസ്സേ വരാറുണ്ട്, 2 എസ്സേ വരെ വരാറുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ്പ്ലെയിൻ വാരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, മറ്റൊരു ക്വസ്റ്റ്യൻ, pricing of option trading. ഓപ്ഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫ്യൂച്ചേഴ്സിൽ നിന്നാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് hedging strategies using in future trading. ഇതൊരു പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ലാസ്റ്റ് ഒരു 2 വർഷത്തെ പേപ്പറിലും വന്നിട്ടുള്ളതാണ്, 1 വർഷമോ 2 വർഷമോ വന്നിട്ടുള്ളതാണ്, the black shawl model for valuation of European call option. അതിങ്ങനെയാണ് അതിൻ്റെ വാല്യുവേഷൻ. ഹൗ ഈസ് ദിസ് ഡിഫറൻറ്റ് ഫ്രം വാല്യുവേഷൻ ഓഫ് പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഈ ഒരു സജഷൻ കൂടി തരാനുണ്ട് ബ്ലാക്ക് ഷോളിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ എസ്സേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 2 എസ്സേ കിട്ടും. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ 2 എസ്സേ കിട്ടും. പിന്നെ സെക്കൻഡ് അല്ലെങ്കിൽ ആദ്യത്തെ 2 പഠിച്ചത് തന്നെ എന്തായാലും ഗ്യാരണ്ടിയാണ് 2 എസ്സേ. അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊന്നും കൂടിയും പറയുന്നു. റിസ്കിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം മിക്ക പേപ്പറിലും വരാറുണ്ട്. ഡിഫൈൻ റിസ്ക് മാനേജ്മെൻറ്റ്, വാരിയസ് റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ, അതിൻ്റെ നീഡ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, റിസ്ക് എന്താണ്, ഹൗ ഡസ് റിസ്ക് ബിക്കം എ ബേർഡൻ ടു ദി സൊസൈറ്റി, ദെൻ റോൾ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ റെഡ്യൂസിങ് ഫിനാൻഷ്യൽ റിസ്ക്, ദെൻ സ്വാപ്പ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ്, കറൻസി ഫ്യൂച്ചേഴ്സ്, ഹൗ കറൻസി ഫ്യൂച്ചേഴ്സ് ആർ പ്രൈസ്ഡ്, പ്രൈസിംഗ് ആണ് ചോദിക്കുന്നത്, ദെൻ വാട്ട് ആർ ദ ഓപ്ഷൻസ്, then classification of option contract, then derivative trading in India has evolved over the years.
എക്സ്പ്ലെയിൻ ദി അബവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ ചേഞ്ചസ് ആണ് ഡെറിവേറ്റീവ്സിൻ്റെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ദി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഡെറിവേറ്റീവ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്സ് ആണ് അതൊക്കെ. ദെൻ വാരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ പ്രൈസിങ് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ്. അതുപോലെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ്. ഓക്കെ, പിന്നെ ബ്ലാക്ക് ഷോൾ മോഡലിൻ്റെ വാല്യുവേഷൻ ഓഫ് യൂറോപ്യൻ കോൾ ഓപ്ഷൻ. ഹൗ ഈസ് ദിസ് ഡിഫറെൻറ്റ് ഫ്രം ദ വാല്യുവേഷൻ ഓഫ് പുട്ട് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എസ്സേക്ക് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ ഒരു 4 എണ്ണം എന്ന് പറയണത് ഞാൻ പറയുന്നു ഒരു ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ 2 എണ്ണം കിട്ടും. നമുക്ക് 2 എണ്ണം മതിയല്ലോ. ഫസ്റ്റത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.